പുറത്തൂരിൽ യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ ഇതിനെ എല്ലാവരും വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പുറത്തൂർ പടിഞ്ഞാറേക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ടിൽ ഹുസൈന്റെ ഭാര്യ ഫൗസിയുടെ മൃതദേഹമാണ് തിരൂർ പൊന്നാനി പുഴയിൽ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിക്ക് സമീപം കണ്ടെത്തിയത്. ഫൗസിയുടെ പ്രായം വെറും 37 വയസ്സ് മാത്രമായിരുന്നു. ഫൗസിയെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത് വളരെ ശരിയാകും എന്ന് തന്നെയാണ് മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനെപ്പറ്റി പറയുന്നത്. കഴുത്തിൽ ഇത്തരത്തിലെ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും അത് ശരീരത്തിലെ മറ്റൊരു മുറിവിനെയും കാണിക്കുന്നില്ല എന്നതും വളരെയധികം തന്നെ അങ്ങോട്ട് തന്നെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇപ്പോൾ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഹുസൈനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയെ എന്തോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് മറ്റുള്ളവർ പറയുന്നു. കൂട്ടിക്കൊണ്ടുപോയി തിരികെ വരാത്തതിനെ തുടർന്ന് എല്ലാവർക്കും സംശയമുണ്ടായതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ കടലിൽ വലയിട്ടപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും അതെടുക്കാൻ കൂടെ വരണമെന്നും പറഞ്ഞാണ് മക്കളോടൊപ്പം ഉറങ്ങുകയായിരുന്ന ഫൗസിയെ ഹുസൈൻ വിളിച്ചുണർത്തി കൊണ്ടുപോയത്. മത്സ്യത്തൊഴിലാളിയാണ് ഹുസൈൻ. രാവിലെ ഇരുവരും വീട്ടിൽ കാണാതെയായപ്പോൾ ജോലിക്ക് പോയതാകുമെന്ന് മക്കൾ കരുതി. വ്യാഴാഴ്ച പകൽ മകൻ ജോലിക്കും മകൾ സ്കൂളിലേക്കും പോയെങ്കിലും വൈകിട്ടും ദമ്പതിമാരെ കാണാതായതോടെ തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിയിൽ മത്സ്യബന്ധനത്തിനായി ബോട്ട് കടലിലേക്കിറക്കി നങ്കൂരമുയർത്തുമ്പോഴാണ് അറ്റത്ത് ചാക്ക് കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഫൗസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. കാണാതായ ഹുസൈന്റെ മൊബൈൽ ഫോൺ വ്യാഴാഴ്ച പുറത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓണാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വഴക്കിനിടെ ഫൗസിയുടെ വസ്ത്രങ്ങൾ കീറുകയും പ്രാണരക്ഷാർത്ഥം അയൽ വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തിരുന്നു. ഷബീബ്, ബിൻസി എന്നിവരാണ് മക്കൾ. തിരൂർ CI അനിൽ T മേപ്പള്ളി, SI നസീർ തിരൂർക്കാട് എന്നിവരും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2 മക്കളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത്. അവരുടെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു ഭൂരിഭാഗം സമയത്തും വഴക്കുണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വഴക്കാണ് എന്ന് മക്കൾക്ക് അറിയാമെങ്കിലും രാവിലെ ആരെയും കാണാത്തത് കൊണ്ട് അവർക്കൊരു സംശയവും തോന്നാതെ അവർ ഒരുങ്ങി സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് നാട്ടുകാർക്കും കൂടുതൽ സംശയം ഊർജിതമായത്.